ജനഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് എന്ന സന്ദേശത്തോടെയാണ് ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ പാലക്കാട് നഗരഹൃദയത്തിൽ 24-ാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന സി കിദർ മുഹമ്മദ് ജനവിധി തേടുന്നത്. 1978-ൽ KSUവിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവന്ന സി കിദർ മുഹമ്മദ് കോൺഗ്രസിൻ്റെ സമരമുഖങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമരങ്ങളിൽ പങ്കെടുത്ത് 2 തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ലീഡർ കെ കരുണാകരൻ്റെ ആരാധകനായിരുന്ന കിദർ മുഹമ്മദ് ലീഡർ DIC രൂപീകരിച്ചപ്പോൾ കിദർ മുഹമ്മദ് സംഘടനയുടെ ജില്ലാ ട്രഷറർ ആയിരുന്നു. നേരത്തെ പാലക്കാട് നഗരസഭയിൽ കൗൺസിലറായിരുന്ന സി കിദർ മുഹമ്മദ് ഇപ്പോൾ കുട അടയാളത്തിലാണ് മത്സരിക്കുന്നത്. തൻ്റെ വാർഡിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞാണ് മത്സരിക്കുന്നതെന്നും വിജയിച്ചാൽ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള വാർഡിലെ വിവിധ മേഖലകളിലെ സമഗ്രമായ വികസനമാണ് തൻ്റെ ദൗത്യമെന്നും സി കിദർ മുഹമ്മദ് സാക്ഷ്യപ്പെടുത്തുന്നു. കുന്നത്തൂർമേട് 24-ാം വാർഡ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായൊരു വാർഡായിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവും പ്രവർത്തകനും ഒക്കെ ആയിരുന്ന സി കിദർ മുഹമ്മദാണ് ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. 1978-ൽ KSUവിൻ്റെ കാലം മുതൽ കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമാവുകയും പിന്നീട് DICയുടെ ലീഡർ കരുണാകരൻ്റെ ഏറ്റവും വലിയ അനുയായി മാറുകയും DICയുടെ ജില്ലാ ട്രഷററൊക്കെ ആയിട്ട് മാറിയിട്ടുള്ള സി കിദർ മുഹമ്മദ് ഒരു തവണ DICയുടെ കൗൺസിലറായിരുന്നു. വീണ്ടും ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കുകയാണ്. DIC വളരെ ശക്തമായി 2 കൊല്ലക്കാലം മുന്നോട്ട് പോയതിൻ്റെ ഫലമായി ഞാൻ അന്ന് DIC തന്ന സീറ്റിലാണ് ഈ 24-ാം വാർഡ് നോർത്തിൽ നിന്ന് എനിക്ക് ജനവിധി തേടാനുണ്ടായ ഒരു സാഹചര്യമുണ്ടായത്. അന്ന് ഞാനിവിടെ നിന്നിട്ട് വളരെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് 260-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുകയും ഇന്നേ വരെ ആ 5 കൊല്ലവും ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ട എല്ലാ ജനങ്ങൾക്ക് അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയും ഈ 24-ാം വാർഡിലെ 23-ാം വാർഡായിരുന്നു അന്ന് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, റോഡ്, ചാല്, തോട് എന്ന് പറഞ്ഞതുപോലെ സ്ലാബുകൾ ഇടുകയും അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, അതായത് ശുചീകരണ പ്രവർത്തനം വളരെ കൃത്യമായ രീതിയിൽ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഡിയത്തിന് ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ 5 കൊല്ലം ഞാൻ പരിപാലിക്കുകയുണ്ടായി. 5 കൊല്ലവും ഞാൻ അതിന് വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള പൈസ വയ്ക്കാനുള്ള നഗരസഭയിൽ പണമില്ലാതിരുന്നപ്പോൾ പോലും 2 ലക്ഷം ഒരു കൊല്ലം വെച്ച് അതിന് പരിപാലിച്ച് വരികയുണ്ടായി. ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഒരിക്കലും സ്റ്റേഡിയം ചരിത്രം ഉണ്ടായിട്ടില്ല. എൻ്റെ 5 വർഷക്കാലം സ്റ്റേഡിയം എന്ന് പറയുന്നത് കളിക്കുന്നവർക്ക് അനുയോജ്യമായിരുന്നു. അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു സ്ഥിതി എൻ്റെ കാലഘട്ടത്തിന് ശേഷമുണ്ടായിട്ടുള്ളൊരു സ്ഥിതി വളരെ ദയനീയമാണ്. പാലക്കാട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം. അതോടൊപ്പം തന്നെ ഇപ്പോൾ 2005-ൽ താങ്കൾ കൗൺസിലറായിരിക്കുമ്പോഴാണല്ലോ കോൺഗ്രസിന് ഒറ്റ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ദേവയാനി ചെയർപേഴ്സണാണ്. ആ ഒരു ഫീലിംഗ്? അതെ, ഞാൻ DICയിൽ ജയിച്ചു വരികയും അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അന്ന് ഇടതുപക്ഷത്തിനായിരുന്നു ഭൂരിപക്ഷം. ഇടതുപക്ഷം അധികാരത്തിൽ വരികയും BJP കയറി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായി ഇടതുപക്ഷത്തിൻ്റെയും കൂടി സപ്പോർട്ടിലാണ് ഞാൻ മത്സരിച്ച് വിജയിച്ചത്. അന്ന് BJPയുടെ സപ്പോർട്ടിൽ വരുന്നതുകൊണ്ട് ഇടതുപക്ഷം ഒരിക്കലും ആ ഭരണം അവർ അംഗീകരിച്ചിരുന്നില്ല. പെട്ടെന്ന് രാജിവെക്കും. അങ്ങനെ 2-3 പ്രാവശ്യം രാജിവെച്ചപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടായി. അതായത് കൗൺസിൽ തന്നെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എന്നെ കോൺഗ്രസ്സുകാർ എന്നെ സമീപിക്കുകയും ഞങ്ങൾക്കൊപ്പം കൂടണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പലതരം വാഗ്ദാനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പാർട്ടിയിലെ വലിയ സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. പിന്നീടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു. ഒന്നും തന്നെ അവരെനിക്ക് തരാതെ എൻ്റെ ഒരു വോട്ടിലാണ് അന്ന് ദേവയാനി ചെയർപേഴ്സൺ ആവുകയും പാലക്കാട് നഗരത്തിൽ വീണ്ടും കോൺഗ്രസ് പാർട്ടി ഭരിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിക്കൊടുത്തത് എൻ്റെ ഒരു വോട്ടിലാണ്. ഈ അവഗണന പലപ്പോഴും അനുഭവിക്കേണ്ടി വന്ന അവഗണനയാണോ താങ്കളുടെ ഒരു സ്വതന്ത്രനായിട്ട് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്? തീർച്ചയായും. എന്നും പാർട്ടിയിൽ എന്തെങ്കിലും ഒരു പുനഃസംഘടന വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ അന്നും കിദർ മുഹമ്മദ് ഉണ്ടാവില്ല. ഞാൻ ആരോട് ചോദിക്കണം? ഈ പാർട്ടിയിലെ നേതാക്കന്മാർക്ക് എന്നെ അറിയില്ലേ? ഞാൻ ഇത്രയും സജീവമായി പ്രവർത്തിക്കുന്നു, ഇത്രയും പ്രത്യക്ഷമായിട്ട് പ്രവർത്തിക്കുന്നു, ഇത്രയും ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി, ജനങ്ങളുടെ സമ്മതത്തോടുകൂടി, ജനങ്ങളുടെ അനുഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ പാലക്കാട് നഗരത്തിലെ എന്നെപ്പോലെ ഒരാൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളില്ല എന്ന് വേണം എന്നെ സംബന്ധിച്ചെടുത്ത് പറയാൻ. പക്ഷേ ഒരു പുനഃസംഘടന വരുമ്പോൾ അതിനകത്ത് ഞാനുണ്ടാവില്ല. ഇപ്പോൾ ഈ 10-20 കൊല്ലമായി ഞാൻ DICയിൽ നിന്ന് ജയിച്ചതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ 3 തെരഞ്ഞെടുപ്പ് വന്നല്ലോ. നഗരസഭ, തിരുവല്ല പഞ്ചായത്ത്. അതിൽ പാലക്കാട് നഗരസഭയിൽ എനിക്ക് ഒരിക്കലും
സീറ്റ് എനിക്ക് അവർ തന്നിരുന്നില്ല. ആരും എനിക്കതിന് വേണ്ടി പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. തരും എന്ന് പറയും, അവസാനം തരില്ല. അങ്ങനെയാണ് 2010 എനിക്ക് വളരെ വിഷമമുണ്ടായ ഒരു സാഹചര്യത്തിൽ ഞാൻ കോട്ടമൈതാനത്തിൽ ഏകനായി ഞാൻ നിരാഹാരം അനുഷ്ഠിക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായത്. രക്തസാക്ഷി മണ്ഡപത്തിൽ എനിക്ക് സീറ്റ് തരാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എനിക്ക് കോൺഗ്രസിൻ്റെ അവഗണന 15 2010 10-15 എനിക്ക് ആ സീറ്റ് തരാതിരുന്നതിൻ്റെ ഒരു വിഷമത്തിൽ ഞാനൊരു നിരാഹാര സമരം അവിടെ നടത്തുകയും നിരാഹാരം ഇരിക്കുകയുണ്ടായി. അങ്ങനെ വളരെ വേദനാജനകമായിരുന്നു ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായിട്ടുള്ളത്. ഞാൻ എന്നെല്ലാം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നുവോ അന്നല്ല ഞാൻ ഇലക്ഷനിൽ വളരെ ഭംഗിയായി ഞാൻ മത്സരിക്കുന്നുണ്ട്. എനിക്ക് നല്ല ജനപിന്തുണ അതാ ഇപ്പോൾ ഈ വാർഡിലൊരു ഞാൻ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലരെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഈ നിൽക്കുന്നവരെല്ലാം വളരെ പുരാതനമായി വളരെ കാലഘട്ടമായി ഈ വാർഡിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ പ്രചരണത്തിൻ്റെ. എങ്ങനെയാണ് ഈ വാർഡിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്? വാർഡിൽ പോകുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം, താങ്കൾ ഈ നാട്ടുകാരൻ തന്നെയാണ്, അവർക്കൊക്കെ താങ്കളെ അറിയാം, എന്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം, എന്താണ് വോട്ടർമാരുടെ? എൻ്റെ പ്രവർത്തകരാണ് എൻ്റെ ശക്തി. ആദ്യം എൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരാണ് എൻ്റെ ശക്തി. ഇവരെല്ലാം അതിൽ ശക്തമായി അന്ന് ഞങ്ങൾ രാജിവെച്ചിട്ടാണ് ഞങ്ങളെ ഇപ്പോൾ പാർട്ടി പുറത്താക്കിയെന്ന് പറയുന്നത്. ഞങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രാജിവെച്ച് വളരെ മാന്യമായ രീതിയിൽ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഈ വാർഡിലുള്ള എല്ലാ ജനങ്ങളും ഞങ്ങളോട് ഇങ്ങോട്ട് കയറി പറയുകയാണ്, കാലാന്തകാലം ഒരേ വ്യക്തിക്ക് ഒരേ കുടുംബത്തിന് സീറ്റ് കൊടുക്കുക, പിന്നീട് അവരൊന്നും തന്നെ ചെയ്യാതെ സീറ്റിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നവർക്ക് സീറ്റ് കിട്ടാതിരിക്കുക, ഒരു കഷ്ടപ്പാടും ഇരിക്കുന്നവർക്ക് സീറ്റ് കിട്ടുക, എന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് അവർ വളരെ നിഷ്ക്രിയമായി പ്രവർത്തിക്കുക. എന്താണ് ഇപ്പോൾ ഈ വാർഡിലേക്ക് കടന്നു പോയപ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്ത് വികസനമാണ് താങ്കളുടെ മനസ്സിലുള്ളത് ഈ വാർഡുമായി ബന്ധപ്പെട്ടിട്ട്? ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ പാലക്കാട് നഗരത്തിൽ ഇതുപോലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വാർഡ്, അതായത് ഈ വാർഡും വേറൊരു വാർഡുമാണ് ഇവിടെ വളരെ ജില്ലാ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ സ്റ്റേഡിയം, അങ്ങനെയുള്ളൊരു വാർഡാണിത്. ഈ വാർഡിന് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ 20 വർഷക്കാലം പുറകോട്ടടിച്ചിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. എനിക്ക് ഈ അവസരത്തിൽ പറയാൻ എല്ലാ കായിക പരിപാടികളും ഈ സ്റ്റേഡിയത്തിൽ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നാണ്. ഇന്നിപ്പോൾ ആ സ്റ്റേഡിയം വന്നിട്ട് വളരെയധികം മോശമായ രീതിയിലാണ് ചെയ്യുന്നത്. അതിനൊരു മുൻതൂക്കം ഫസ്റ്റ് തന്നെ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ചെറുബായി ഇതിനെ മുന്നോട്ട് നിൽക്കുന്നത്. സ്റ്റേഡിയത്തിൻ്റെ മാത്രമല്ല ഈ വാർഡിൻ്റെ എല്ലാ പുരോഗമനങ്ങൾക്കും ഉത്തേജകമായി മുന്നിട്ടുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തകരും ഈ വാർഡിലെ ജനങ്ങളും ഒരേ സ്വരത്തിൽ ചെറുബായി നിൽക്കണം പറഞ്ഞതുകൊണ്ടാണ് ഈ എലക്ഷനെ ഞങ്ങൾ പാർട്ടി കേന്ദ്രീകമായിട്ട് ഞങ്ങൾ നിൽക്കാനും രീതിയിലുള്ള എല്ലാ സംരംഭങ്ങളും തയ്യാറാക്കി. എന്താണ് പ്രത്യേകിച്ച് നമ്മുടെ വാർഡിലെ വോട്ടർമാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സ്റ്റേഡിയം നവീകരിക്കുന്നതിന് എന്നെക്കൊണ്ട് ആവുന്നത് ചെയ്ത് അതിനെ നവീകരിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അട്ടക്കുളം നവീകരിച്ച് ഇവിടെ ജനങ്ങൾക്ക് കുളിക്കാനും അതുപോലെ തന്നെ പലർക്കും അത് ഉപയോഗപ്രദമാക്കി കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. എൻ്റെ കൊടയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ 24-ാം വാർഡിലെ കുന്നത്തൂർമേട് നോർത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പറയാം.